അപ്പം മച്ചന്മാരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിയത് അറിയാലോ, നമ്മുടെ ചെറുക്കൻ പണിയിലായിരുന്നു, പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്വിൻ ബ്രോ ഉണ്ട്, പിന്നെ രാഹുൽ ബ്രോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്ത് കിടക്കുന്നു. അപ്പോൾ ചെക്കൻ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ്, കോട്ടയം പള്ളിയിലേക്കാണ് ട്രിപ്പ്. തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു പിള്ളേർ സെറ്റുള്ള പിള്ളേരുടെ പരിപാടിയാണ്. അപ്പം നമ്മുടെ ചെക്കൻ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കരുമാടിയിൽ വണ്ടി ഇട്ടിട്ടുണ്ട്, ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ചെക്കൻ പണിയുടെ കാര്യങ്ങളുടെ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഫുൾ പെയിന്റിങ്ങിന്റെ കണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ നമ്മൾ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആരാ എന്തുവാന്നൊക്കെ നമുക്ക് പിന്നീട് വഴിയേ പറയാം. അപ്പോൾ പോവാം നമുക്ക്. അപ്പം ബാക്കി വിശേഷം ലൈനിൽ കാണാം. കരിമാടിയിൽ ഇവിടെ ഒരു പള്ളിയിൽ നിന്നാണ് ഓട്ടം കേട്ടോ. നമ്മുടെ ചെക്കൻ ആദ്യത്തെ ഓട്ടം നമ്മുടെ ഇവിടെ ഒരു പള്ളിയിൽ നിന്ന് കോട്ടയം പള്ളികളിൽ പോകാൻ വേണ്ടി കേട്ടോ. അതെ, ആൾക്കാർ കയറി കണ്ടോ. ചെറുക്കൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പെയിൻ്റ് അടിച്ച് നമ്മൾ സെറ്റ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് കയറുകയാണ്. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഞ്ഞി ഓട്ടമാണ്, എല്ലാവരും അനുഗ്രഹിക്കുക. അത് നമ്മുടെ അശ്വിൻ ചെയ്തിരിക്കുന്നു, പിന്നെ നമ്മുടെ രാഹുൽ ഇത്. അപ്പം ചെറുക്കനായിട്ട് നേരെ നമ്മൾ കോട്ടയം പള്ളിയിലേക്ക് പോകാം കേട്ടോ. ചങ്ങനാശ്ശേരി റൂട്ടിലോട്ട് പോകാം. നമ്മുടെ അവിടെ നിന്ന് പോകുന്ന വഴി റെയിൽവേ ക്രോസ് ബ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ അതുവഴിയാണ് പോകുന്നത് കേട്ടോ. അവിടെ വെച്ചെടുത്താ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പൊള്ളിക്കാൻ വേണം കാസ്റ്റൽ റെഡ്ബി. അതെ, എല്ലാരും ഉണ്ട്. കടവൂരാൻ, വിജയ, വാര്യത്ത്, ആ അപ്പം മച്ചാന്മാരെ, ഇതേ നമ്മൾ നമ്മുടെ ചെറുക്കനിൽ അപ്ഡേഷൻ കയറ്റിയെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്ഡേഷൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ അപ്ഡേഷൻ ആയിരുന്നു. ഓൾറെഡി ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടതായിരുന്നു. ഞാൻ കാണിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് മെയിനായിട്ട് ക്യാബിൻ ഇല്ലായിരുന്നു. അപ്പോൾ ക്യാബിൻ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാബിൻ അടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ ഡിസൈൻ.
ഇത് ഫുള്ള് നിയോൺ ആണ്. ഇത് മറ്റേ RGB ലൈറ്റാണ്. പിന്നെ ഇത് ആംബ്രാക്ക് വേണ്ടി ഈ ഡിസൈനിൽ അവിടെ നിൽക്കുന്നത് ബ്ലാക്കും റെഡും വൈറ്റും കൂടെ ഉള്ള ഒരു തീമാട്ടോ. പിന്നെ നമ്മുടെ സ്വിച്ച് എല്ലാം ഇങ്ങോട്ട് മാറ്റി ഈ സൈഡിലോട്ട്, അതായത് ഇവിടെ ചാരിയാലും ഒരു കുഴപ്പമില്ലാത്ത രീതി അങ്ങോട്ട് മാറ്റി. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ബാക്കിൽ ഈ 2 ലൈറ്റ്, ഈ 2 RGB ലൈറ്റ് ഇവിടെയും കയറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വാം ലൈറ്റ് കയറ്റിയിട്ടുണ്ട്, നൈറ്റ് ഇടാനുള്ള വാം ലൈറ്റും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പുറകില. അപ്പോൾ ഇത് ബാക്കിലെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ വലിയൊരു പഞ്ച് ബോക്സ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡിസൈനും ഫുൾ അക്കർലിക്കും പോട്ടെ നമ്മുടെ നിയോണയിലാണ് മൊത്തം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ കൊണ്ടുവന്നതിൽ ചെറിയൊരു അപ്ഡേഷൻ, ചെറുത്. ഇനി ബാക്കി വലിയ അപ്ഡേഷനുകളും എല്ലാം പുറകെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഹെഡ് ഡ്രസ് എല്ലാം മാറണം. ഹെഡ് ഡ്രസ് എല്ലാം പഴയതാ, എല്ലാം പുതിയതാക്കണം. കട്ടൻ പുതിയത് കേട്ടോ, കട്ടൻ എല്ലാം പുതിയ കട്ടനാണ് മൊത്തം കിടക്കുന്നത്. പിന്നെ വേറെന്തുവായിരുന്നു, വേറെ വെളിയിലെ വർക്ക് ഉള്ളായിരുന്നു അല്ലേ. വെളിയിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് വർക്ക് കിടക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. പുറകിൽ നമ്മുടെ രഹനയുടെ മണ്ണാടി, ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചെറുക്കൻ പൊളി കിടപ്പുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. ഇതൊരു പള്ളി, എന്താ പള്ളിയുടെ പേര്, കുന്നമംഗലം ഇല്ല, കുന്നമംഗലം ഇല്ലല്ലോ, കുളമാനൂര്. കോട്ടയം കുടമാളൂർ എന്ന് പറയുന്ന ഒരു എന്തുവായിരുന്നു പള്ളിയിലാ വന്നേട്ടോ, നല്ല മാതാവിന്റെ. നന്നായി. പിന്നെ നമ്മുടെ പഴയ പിക്ചറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വർക്കിംഗ് കേട്ടോ. അപ്പോൾ അതേ മച്ചന്മാരെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു ആരാധകനും പിന്നെ രഹനയിലെ കിളിയും സർവോപരി എന്താ പറയണ്ടേ സൗന്ദര്യമുള്ളവനും സൽസ്വഭാവിയും ഇത്രയും ഗംഭീരമായിട്ട് പറയണമെങ്കിൽ ആരാന്ന് അല്ല അത് പറഞ്ഞവൻ, അത് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, എന്നെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് കേട്ടോ. അവനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ നമ്മുടെ ദീപു ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ലേ? ദേവി ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ദീപു ചേട്ടന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യണമെന്നും ദീപു ചേട്ടന്റെ കൂട്ടത്തിൽ പോകണമെന്നും ഒക്കെ വലിയ ആഗ്രഹമുള്ള ഞങ്ങൾ ഇവനെ കൊമ്പാന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇവന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ എന്തുകൂടാ നാണു വന്നടാ അവര്. നമ്മുടെ തമിഴ് നടനായ അജിത്തിന്റെ ഒരു അപരനാണ് ഇവൻ. നമ്മുടെ കട്ടന്റെ അതേ കളർ അവന്റെ തൊപ്പിക്ക് കേട്ടോ. കൊമ്പനാണ്. ഇവന്റെ വീട് ചേർത്തലയിലാണ്. പെണ്ണന്വേഷിക്കുന്നല്ലേ? സർക്കാർ ജോലി മസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോൺ വരുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു പാക്കേജറും കേട്ടോ വരുന്നത് ഡോൺ. നമ്മുടെ ചെക്കന് പേര് നമ്മൾ അടിച്ചിട്ടില്ല. പേരടിച്ചിട്ടില്ലെങ്കിലും നമ്മളെ ഗത്തുണ്ട് നമുക്ക് അല്ലേ? ഗത്തല്ല, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അത് കണ്ട് ചെറുക്കം വരുന്നുണ്ട്. ഇത് മുമ്പേ കണ്ടതാ കേട്ടോ. അവനും വന്ന് ഹലോ ഡോൺ എത്തിയിട്ടുണ്ട്. ബിസി ആയിപ്പോ കേട്ടോ. എന്താണ് നിനക്കൊന്നും പറയാനില്ലേ? നിന്നെ കുറിച്ച് നീ എന്നെ നോക്കി പറഞ്ഞു പറയിപ്പിക്കുകയല്ലോ. ഡോൺ എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? എവിടെ നടാ വന്നേ? പേരെന്തോ വെച്ചാ? റോണി, ചങ്ങനാശ്ശേരിയാ? അപ്പൊ ഞാൻ ചക്കനോടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ. ഇപ്പൊ വന്നതേ ഉള്ളേ. മച്ചാവരെ ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഹലോ ഹലോ എന്നാടാ? എന്താ ബ്രോ? അതെ, എല്ലാ വണ്ടിയും ഉണ്ട് ഇവിടെ. അതെ, അതിന്റെ കൂടെ ആംബുലൻസ് ഉള്ളത്. മെയിനായിട്ട് ഈ സൈഡ് പാർക്കിംഗ് ആണെന്ന് തോന്നല്ലേ? പാർക്കിംഗ് ഇല്ല, റോഡിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടി
വണ്ടി ഒരുപാട് നാളത്തേക്കോ അതെ അതെ ഇത്ര തിരക്ക് അത് തന്നെ. ജൂൺ ജൂലൈ കഴിഞ്ഞ് ഇപ്പോഴല്ലേ അല്ല ഇറങ്ങിയത്. അതെ ഈ പിള്ളേരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ അതെ എല്ലാരും കൈ നോക്കി കാണിക്കുന്നത്. പിള്ളേർക്കാർക്കും മനസ്സിലാവും നമുക്ക് വണ്ടിക്ക് പേരില്ലാത്ത. അതെ പേരില്ല. പേരില്ല രാജാവ്. പേരൊക്കെ നമ്മൾ വരുമല്ലോ. ഞാൻ പറയട്ടെ ഇപ്പൊ BM-R എല്ലാം കാണുന്നു. BM-R ഇടത്തോട്ട് നമ്മള് മണ്ടയ്ക്കാണ് വണ്ടി ഇട്ടത്. നമുക്ക് ഇങ്ങോട്ടാ, അവര് മറ്റേ പേജിലോട്ട്. നമ്മൾ ഏത് വണ്ടിയുടെ പുറകിലാണ് പോകുന്നത്? മാന്നാനംപള്ളി, അങ്ങോട്ട് കോട്ടയം മെഡിക്കൽ കോളേജ്. നമുക്ക് വഴി അറിയത്തില്ല. അതാ അടുത്തത്. തീർന്നു ഗൈസ്, കഴിഞ്ഞില്ലേ? ഏകദേശം വഴിയൊക്കെ റെഡിയായി. ഓട്ടോ കൊണ്ട് വഴിക്കിട്ട് മൊത്തം ബ്ലോക്ക് ആക്കി. വഴിയുണ്ടോ ഗൈസ്? അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. ഗൈസ് നോക്കൂ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. ഇങ്ങനെ ആക്കാം. വെളിയെടുക്കാം. പാർക്കിന്റെ അതോടെ നമ്മൾ വണ്ടി കയറ്റി. ഗൈസ് കണ്ടോ, അതിന്റെ ഇടയ്ക്ക് വായി നോട്ടോ. ചാർജർ ഇല്ലല്ലോ. 20 ഇതാണ് ഞാൻ. അപ്പൊ ദേ ഞങ്ങള് ഭരണങ്ങാനം പള്ളിയുടെ ഗ്രൗണ്ടിൽ എത്തി കേട്ടോ. ഇവിടെ കിടക്കുന്ന വണ്ടി കണ്ടോ? മഴയാ, പുറത്ത് നല്ല മഴയുണ്ട്. വരുന്നോടോ? ദേ കണ്ടോ? ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങളുടെ നാട്ടിലുള്ള വണ്ടികൾ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ദേ കണ്ട ഈ കിടക്കുന്ന ഏതൊക്കെ വണ്ടി ഏതൊക്കെ നാട്ടിലാന്ന് പേര് സഹിതം ഇട്ടാറ് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. മഴയാ. വീണ്ടും നമ്മുടെ ചെക്കൻ ഡോണ് നമ്മളെ വിട്ടു പോകുന്നില്ല കേട്ടോ. ഇല്ല, സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരെ പോലെ പറന്ന് കിടക്കുന്നു. ഇത് കറക്റ്റ് നമ്മള് മറ്റേ പള്ളിയിൽ പോകുന്ന പോലെ, മറ്റേ മലയാറ്റൂര് പോകുന്ന പോലെ. എന്ത് ഏത് നമ്മുടെ സബ്സ്ക്രൈബറാ നിൽക്കുന്നത് കേട്ടോ. ഇത് വെട്ടിപ്പണിഞ്ഞല്ലേ? ബോസും അസ്ത്രയുടെ മിക്സ്. അതെ ഈ വരുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ. കലിപ്പ് മൂടിലാണ് വരുന്നത്. അവൻ മുമ്പേ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു.
ഞാൻ കലിപ്പെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു, നീ കളഞ്ഞല്ലോടാ. പേര് എടാ പേര് പറയടാ. അഖിലേഷ്. പോയി വേണോ? മഴ ആയതുകൊണ്ട് ഭയങ്കര ഭയങ്കര തിരക്കാണോ? പുറത്തെങ്ങാനും കടയുണ്ടോടാ? കാപ്പിയല്ല, ഞാൻ ഒരു കുപ്പി വെള്ളം മേടിക്കണം, വെള്ളം കിട്ടിയില്ല. ഉണ്ടോ? എന്നാ പോയിട്ടോ കാണാം. ശരി. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് ഈ പള്ളിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തോ ഒരു പള്ളിയുടെ പേര് പറയുന്നത് കേട്ടായിരുന്നു. ചെറുപ്പുങ്കൽ എന്ന് പറഞ്ഞൊരു പള്ളി കേട്ടോ. ആ പള്ളി അടുക്കല്. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ബാക്കി എല്ലാരും വന്ന് കേറിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കന് പേരില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. പേരടിച്ചെടുക്കണം. ഇല്ലടാ, തീർച്ചയായിട്ടും പുതിയ പേരില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചെക്കൻ, അപ്പോൾ പിള്ളേരെല്ലാം തിരിച്ച് സേഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് ഷെഡിലേക്ക് പോവുകയാണ്. അതെ, ഇതായിരുന്നു നമ്മുടെ ഇവിടുന്ന് വന്ന ടീംസ് കേട്ടോ. അപ്പം പക്ഷേ ഇതേ നമ്മുടെ ട്രിപ്പ് ഇന്നലെ വൈകിട്ട് വൈൻഡപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ വൈൻഡപ്പ് വീഡിയോ നമുക്ക് രാവിലെ എന്താ പറയണ്ടേ, ഇന്നലെ രാത്രിയിൽ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഒരുപാട് താമസിച്ചു, ക്ഷീണമായിരുന്നു. ക്ഷീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറങ്ങാൻ നല്ലോണം താമസിച്ചായിരുന്നു കേട്ടോ. വർക്ക് ഭയങ്കര ലാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇറങ്ങാൻ താമസിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈകിയത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ കാണും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, നമ്മൾ ട്രിപ്പ് ഓടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ ആ പിള്ളേരെ കൊണ്ടുവന്ന് ഇറക്കി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഷെഡിലേക്ക് പോകുമായിരുന്നു. ഷെഡിൽ പോയിട്ട്, ഷെഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കൽ, അതായത് ഹരിപ്പാട് കാഞ്ഞൂര് ദേവീക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഹിമന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടി കഴുകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രിപ്പ്, അതായത് അതിൻ്റെ പിറ്റേന്ന് രാവിലെ അടുത്ത ട്രിപ്പുമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഇപ്പം ഇന്നലെ 12 മണിയായി വന്നപ്പോൾ ഇല്ലടാ. 12 മണിക്ക് വന്ന് ഫ്രഷ് വണ്ടിക്കെല്ലാം വൃത്തിയാക്കി 1 മണിയായി പോയപ്പം. പിന്നെ ഞങ്ങൾ രാവിലെ 7 മണിയായപ്പം വീണ്ടും അടുത്ത ട്രിപ്പ് കൊടുത്ത്, കായംകുളത്തുനിന്ന് അടുത്ത ട്രിപ്പ് കൊടുത്ത് നേരെ ഞങ്ങൾ വന്ന് ഇവിടെ കിടക്കുകയാണ്. നമ്മുടെ രഹനയിലെ മന്നാടിയാര് കേട്ടോ. ഇന്നലെ ഇവരും ഉണ്ടായിരുന്നു, ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, സെയിം കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞ കൊമ്പൻ, പെണ്ണ് കിട്ടാതെ നടക്കുന്ന കൊമ്പൻ, കിളിക്കൊമ്പനാണ് വരുന്നത്. ഡ്രൈവർ സിയാദൊക്കെ കേട്ടോ. അവരോട്ട് പറ്റിച്ചിടാൻ കേട്ടോ. ഞങ്ങളൊക്കെ മുമ്പ് ഇറങ്ങി കേട്ടോ, ഇപ്പോഴായിക്കോട്ടെ എത്തിയത്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ, എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്ത അപ്ഡേഷൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. പേരിൻ്റെ ഒരു റീൽസ് പോലെ അല്ലെ ഷോർട്സ് പോലെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. കൊമ്പൻ, ഇപ്പൊ കൊമ്പനെ കാണിച്ചു കഴിഞ്ഞാൽ കൊമ്പൻ സൈഡ്. വാ പോ. എടാ, ഇന്നലെ ഈ ഷർട്ട് തന്നെ അല്ലായിരുന്നു നീട്ട്? ഇന്നലെ ഈ ബനിയൻ തന്നെ ആയിരുന്നു അവനിട്ട് കേട്ടോ. സിയാദിക്ക ഇന്നലെ ബനിയൻ ഇട്ടായിരുന്നല്ലോ. മതിയേ. ഒരു ഹായ്. എന്തുണ്ട് ഹായ്? ഒരുപാട് നാളായി കേട്ടോ സിയാദിക്ക കണ്ടിട്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ നമുക്ക്? ചെയ്യണം കൊമ്പ. അപ്പൊ ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ടാറ്റ. ഇല്ലടാ, ആ വീഡിയോയുടെ ബാക്കിയാ. ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാരും എന്താന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അതേ സെയിം വീണ്ടും നമ്മുടെ മന്നാടിയാരും ഉണ്ട്, നമ്മളും ഉണ്ട്. അപ്പൊ മച്ചാമാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരല്ലേടാ, കൂടെ പോരെ. എന്നും നമ്മൾ കാണും കൂടെ അല്ലേ? ഓ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ലൈനിൽ കാണുന്നവരെ ടാറ്റ. കൊമ്പ ടാറ്റ.